സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന പേര് വരാൻ കാരണം ഈ സ്കൂപ്പ് ഈ ഓയിലിനെ മുകളിലേക്ക് സ്പ്ലാഷ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇത് പഴയ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നൊരു സിസ്റ്റമാണ്. മോട്ടോർ സൈക്കിളും സ്കൂട്ടറിലും അതുപോലെ തന്നെ സ്മോൾ കാർസിലൊക്കെ മുൻപ് ഉപയോഗിച്ചിരുന്നൊരു സിസ്റ്റം. ഇത് എൻജിനെ സംബന്ധിച്ചിടത്തോളം എൻജിൻ്റെ താഴ്ഭാഗത്ത്, അതായത് ഇപ്പോൾ ഒരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പിസ്റ്റൺ വരുന്നു, അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡ് വരുന്നു. ഈ ഒരു സ്കൂപ്പ് ഉപയോഗിച്ച് ഓയിലിൻ്റെ സ്പ്ലാഷിങ് നടത്തുന്നുണ്ടെങ്കിലും താഴ്ഭാഗങ്ങളിലൊക്കെയാണ് ഓയിലിൻ്റെ സപ്ലൈ കൃത്യമായ രീതിയിൽ കിട്ടുക. മുകൾ ഭാഗത്തേക്ക് ഓയിലിൻ്റെ സപ്ലൈ കൃത്യമായ രീതിയിൽ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ വാൽവ് മെക്കാനിസം വരുന്ന സിസ്റ്റങ്ങളിലൊന്നും ഇത് ഉപയോഗിച്ചിരുന്നില്ല. ഇത് വളരെ ചെറിയ എഞ്ചിനുകളിൽ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് എഞ്ചിൻ ലൂബ്രിക്കേഷൻ. സിംപ്ലസ്റ്റ് ആണ്, വളരെ ഓൾഡസ്റ്റ് മെത്തേഡാണ്. മെയിൻലി യൂസ്ഡ് ഇൻ ലൈറ്റ് ഡ്യൂട്ടി ആൻഡ് ലോ സ്പീഡ് എഞ്ചിൻസ്. ലൈറ്റ് ഡ്യൂട്ടിയിലും ലോ സ്പീഡ് എഞ്ചിൻസിലൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ, സ്മാൾ കാർസൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? ദ ഓയിൽ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഓയിൽ ത്രോ അറ്റ് ദ ബോട്ടം ഓഫ് ക്രാങ്ക് കേസ്. ക്രാങ്ക് കേസിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ ഓയിൽ ത്രോയിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഓയിൽ അല്ലെങ്കിൽ ഓയിൽ സമ്പിൽ നമ്മൾ ഓയിലിനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. എ സ്കൂപ്പ് അറ്റാച്ച്ഡ് ടു ദ കണക്റ്റിംഗ് റോഡ് ഡിപ്സ് ഇൻ ടു ദ ഓയിൽ ത്രൂ ഡ്യൂറിങ് എവറി റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. ഓരോ ക്രാങ്ക് ഷാഫ്റ്റിലും ഈ ഒരു സ്കൂപ്പ് ഓയിലിലേക്ക് മുങ്ങുകയും മുകളിലേക്ക് ഓയിലിനെ സ്പ്ലാഷ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു. സോ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസ്, ദ സ്കൂപ്പ് ത്രോസ് ഓയിൽ എറൗണ്ട് ദ ഫോം ഓഫ് എ സ്പ്ലാഷ്. ഒരു സ്പ്ലാഷ് എന്നുള്ള രീതിയിലാണ് സ്കൂപ്പ് എന്ത് ചെയ്യുന്നത്? ഓയിലിനെ ത്രോ ചെയ്യുന്നത്, എറിയുന്നത് മുകളിലേക്ക്. ദിസ് സ്പ്ലാഷസ് ഓയിൽ ലൂബ്രിക്കേറ്റ് ദ സിലിണ്ടർ വാൾ ലൂബ്രിക്കേറ്റ് ചെയ്യും, പിസ്റ്റൺ റിങ്ങർ ലൂബ്രിക്കേറ്റ് ചെയ്യും, ഗഡ്ജിയൻ പിന്ന്, ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിങ്സ് ആൻഡ് അതർ മൂവിങ് പാർട്സ്. സോ ഇതെല്ലാം താഴെ ഭാഗത്ത് അണ്ടർ പോർഷനിൽ വരുന്ന ഭാഗങ്ങളാണ്. സോ അപ്പർ പോർഷനിലേക്ക് കൃത്യമായിട്ടുള്ള ലൂബ്രിക്കേഷൻ നിലവിൽ ഈ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുകയില്ല. എക്സ്ട്രാ ഓയിൽ ഫാൾ ബാക്ക് ഇൻ ടു ദ ഓയിൽ ത്രോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഓയിൽ പാനാണ്. ഓയിൽ പാനിലേക്ക് തന്നെ എക്സ്ട്രാ ഓയിൽ തിരിച്ചു വരികയും ദ പ്രോസസ് കണ്ടിന്യൂസ്. വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേ ഇരിക്കുന്നു. അവിടെ ഒരു ഓവർഫ്ലോ പൈപ്പ് നമുക്കിവിടെ കാണാം. ഒരു ഓവർഫ്ലോ പൈപ്പ് മെയിൻറ്റെയിൻസ് എ പ്രോപ്പർ ഓയിൽ ലെവൽ ഇൻ ത്രോ. കറക്റ്റായിട്ട് ഓയിൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഓവർഫ്ലോ പൈപ്പ് സഹായിക്കുന്നു. സോ ഇതാണ് നമ്മളുടെ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എക്സ്പ്ലനേഷൻ. ഇനി നമുക്കതിൻ്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും നോക്കേണ്ടതായിട്ടുണ്ട്. സിമ്പിൾ ഇൻ ഡിസൈൻ ആൻഡ് ചീപ്പ്. വളരെ ചിലവ് കുറഞ്ഞതും ഡിസൈൻ വളരെ സിമ്പിളായതുമായിട്ടുള്ള ഒരു മെക്കാനിസമാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. റിക്വയേഴ്സ് നോ സ്പെഷ്യൽ പമ്പുകളൊന്നും ഇതിനകത്ത് ആവശ്യമില്ല. ഈസി മെയിൻ്റനൻസ് വളരെ ഈസിയാണ്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് ആൻഡ് ഹെവി ഡ്യൂട്ടി എഞ്ചിൻസ്. ഹൈ സ്പീഡ് എഞ്ചിനുകളിലും ഹെവി ഡ്യൂട്ടി എഞ്ചിനുകളിലൊന്നും ഇത് സ്യൂട്ടബിൾ അല്ല. ലൂബ്രിക്കേഷൻ ഈസ് നോട്ട് യൂണിഫോം. ചേഞ്ചസ് ഓഫ് വിയർ ആൻഡ് ടിയർ. ലൂബ്രിക്കേഷൻ എന്തല്ല? നോട്ട് യൂണിഫോം. കൃത്യമായ രീതിയിലുള്ളൊരു ലൂബ്രിക്കേഷൻ നമുക്ക് നടത്താൻ സാധിക്കില്ല. അത് ചാൻസസ് ആണ്. ചാൻസസ് ഓഫ് വിയർ ആൻഡ് ടിയർ. തേയ്മാനവും അതുപോലെ കത്തിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നതിന് സാധ്യതകൾ ഉണ്ട്. ഓയിൽ കൺസംഷൻ ഈസ് ഹയർ. ഓയിലിൻ്റെ കൺസംഷൻ കൂടുതലായിരിക്കും. ഇങ്ങനെ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ കൺസംഷൻ ഓട്ടോമാറ്റിക്കലി കൂടുതൽ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് 4ാമത്തെ മൊഡ്യൂളിലെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കാനുള്ളത്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്, വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ വേവ് ക്യാൻസലേഷൻ മഫ്ലർ പലതരത്തിലുണ്ട്. അതിലൊരു തരമാണ് വേവ് ക്യാൻസലേഷൻ ടൈപ്പ് മഫ്ലർ. സോ മഫ്ലേഴ്സ് എക്സോസ്റ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ശബ്ദം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ മലിനീകരണം കുറയ്ക്കുന്നതിനുമൊക്കെ മഫ്ലറിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ ഇതിൽ മഫ്ലറിൻ്റെ ഒരു ഡ്രോയിങ് നമുക്കിവിടെ കാണാം. ഒരു വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് തന്നെയാണ്. ഒരു ഔട്ടർ കേസിങ് വരുന്നുണ്ട്. അതിനുള്ളിലൂടെ ഒരു ട്യൂബ് ഇങ്ങനെ കടത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എഞ്ചിനിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഇതിലൂടെ കയറി ഇതിലൂടെ ഇങ്ങനെ കറങ്ങി വന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു. സോ ഈ ഒരു ട്രാവലിംഗ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആ ഒരു ശബ്ദം കുറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്രഷർ കുറയ്ക്കാനും
അതുപോലെ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ആ ഒരു എക്സോസ്റ്റ് ഗ്യാസിനെ അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നു വിടാനും ഒക്കെ സാധിക്കും. സോ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നൊരു തരം മഫ്ലറാണ് വേവ് ക്യാൻസലേഷൻ ടൈപ്പ് മഫ്ലർ. സോ ഇതിലെ പോയിന്റ്സുകൾ നോക്കാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് മഫ്ലർ ദ എക്സോസ്റ്റ് ഗ്യാസസ് എൻറ്ററിങ് ദ മഫ്ലർ ആർ ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ് ടു ഫ്ലോ ഇൻസൈഡ് ദ മഫ്ലർ. അല്ലേ, രണ്ട് ഭാഗങ്ങളാക്കി ഇതിനുള്ളിലേക്ക് കയറുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ മാറ്റുകയും അത് അതിലൂടെ ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നു. രണ്ട് ഭാഗങ്ങളായി ട്രാവൽ ചെയ്യുകയും ചെയ്യും. ദ വേവ് ഫ്ലോ ഇൻ ദ മഫ്ലർ ആൻഡ് വെൻ ദേ കം ഔട്ട് ഓഫ് ദ മഫ്ലർ ദ ക്രസ്റ്റ് ഓഫ് one wave coincide with the throw of the second wave and thus cancel each other. അപ്പോൾ ഒരു വേവിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ക്രസ്റ്റും അതുപോലെ തന്നെ ഒരു ത്രോയും ഉണ്ടായിരിക്കും. സോ രണ്ട് വേവുകൾ രണ്ട് പാർട്ടുകളാക്കി നമ്മളിതിലൂടെ ട്രാവൽ ചെയ്യിക്കുമ്പോൾ തന്നെ ഈ ക്രസ്റ്റും അതുപോലെ തന്നെ ത്രോയും എന്ത് സംഭവിക്കുന്നു, ക്യാൻസലേഷൻ സംഭവിക്കുകയും അത് വളരെ ശബ്ദം കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ പ്രഷർ കുറഞ്ഞ രീതിയിലും പുറത്തേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ആസ് എ റിസൾട്ട് നോയ്സ് എലിമിനേറ്റ്, അതുകൊണ്ട് തന്നെ നോയ്സ് എലിമിനേറ്റ് ആവും. ദിസ് ഈസ് അച്ചീവ്ഡ് ഇഫ് ദ ലെങ്ത് ഓഫ് ദ 2 പാർട്സ് ഡിഫർ ബൈ ഹാഫ് ദ വേവ് ലെങ്ത്. ബട്ട് ദിസ് ഈസ് നോട്ട് പ്രാക്ടിക്കലി അച്ചീവ്ഡ് because the noise created by exhaust gas is a combination of different frequencies at different engine speeds. However, appreciable noise is reduced. മുഴുവനായിട്ടും ആ നോയ്സിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോയ്സിനൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു സിസ്റ്റം കൊണ്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടെ നിലവിൽ പറയുന്നു. സോ ഇതൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് കൃത്യമായി തന്നെ ഡ്രോയിങ് വരച്ച് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു നോട്ട്സ് വായിച്ച് നോക്കി മനസ്സിലാക്കി എഴുതുക. ഇനി നമ്മളുടെ ഈ ഒരു സെഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്, 4ാമത്തെ മൊഡ്യൂളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. മുൻപ് ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് VVT. VVT എന്ന് പറയുന്നത് വേരിയബിൾ വാൽവ് ടൈമിംഗ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഈ ഒരു വേരിയബിൾ വാൽവ് ടൈമിംഗ് എന്ന് പറയുന്നത് ക്യാം ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മെക്കാനിസമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വേരിയബിൾ വാൽവ് ടൈമിംഗ് മെക്കാനിസം? അപ്പോൾ ഇതിൻ്റെ ഡ്രോയിങ് ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വരച്ച് ഫലിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ഇതിവിടെ ഒരു ഡ്രോയിങ് നമുക്ക് കാണാം. ഒരു ഓയിൽ കൺട്രോൾ വാൽവ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ ദ റൊട്ടേഷൻ ഓഫ് ദ ക്യാം ഷാഫ്റ്റ്, ഒരു VVT ക്യാം ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ക്യാം ഇൻ ദ ക്യാം ഷാഫ്റ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് ദ വാൽവ്. ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൽ ചെറിയ തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടാക്കി കൃത്യമായ രീതിയിലുള്ള എയർ ഫ്യൂൽ മിക്സറിനെ എൻജിൻ സിലിണ്ടറിനകത്തേക്കും അത് കത്തിക്കഴിഞ്ഞതിന് ശേഷം എക്സോസ്റ്റിനെ കൃത്യമായ രീതിയിൽ സപ്ലൈ പുറത്തേക്കൊക്കെ നടത്താൻ വേണ്ടി ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെക്കാനിസമാണ് യഥാർത്ഥത്തിൽ വേരിയബിൾ വാൽവ് ടൈമിംഗ് എന്ന് പറയുന്നത്. വേരിയബിൾ വാൽവ് ടൈമിംഗ് അഡ്ജസ്റ്റ് ദ ഓപ്പണിംഗ് ക്ലോസിംഗ് ടൈമിംഗ് ഓഫ് ദ ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് വാൽവ് യൂസിങ് ക്യാം ഷാഫ്റ്റ്. ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ച് നമ്മൾ വാൽവുകളുടെ ടൈമിങ്ങിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്ന ഒരു മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയബിൾ വാൽവ് ടൈമിംഗ്. ആൻ ഓയിൽ കൺട്രോൾ വാൽവ് OCV റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ് ഓയിൽ ഫ്ലോ ഇൻ ടു ദ ക്യാം ഷാഫ്റ്റ് ഡിറ്റർമിൻസ് ദ റേറ്റ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ VVT. ഇവിടെ ഒരു വെയിൻ ടൈപ്പിലാണ് ഇവിടെ ഒരു മെക്കാനിസം നിലവിൽ ഇതിനകത്ത് വരാറുള്ളത്. അപ്പോൾ ഒരു ഓയിൽ കൺട്രോൾ വാൽവ് നിലവിൽ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഈ ഒരു ഓയിൽ കൺട്രോൾ വാൽവാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൺട്രോളിങ് യഥാർത്ഥത്തിൽ ഈ വാൽവിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനിൽ ഉണ്ടാകുന്ന ഒരു കൺട്രോളിങ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സാണ് നമുക്കിവിടെ പറയാനുള്ളത്? ഇൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ വേരിയബിൾ വാൽവ് ടൈമിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ആൾട്ടറിംഗ് ദ ടൈമിംഗ് ഓഫ് എ വാൽവ് lift event and is often used to improve performance, fuel economy, emission. ഇതൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുക. പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാം, ഫ്യൂൽ എക്കണോമി ഇമ്പ്രൂവ് ചെയ്യാം, എമിഷൻ നമുക്ക് വളരെയധികം കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഇത് സഹായകമാക്കാൻ വേണ്ടി ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് വേരിയബിൾ വാൽവ് ടൈമിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ബീയിങ് യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത്
വേരിയബിൾ വാൽവ് ലിഫ്റ്റ് സിസ്റ്റം. There are many ways in which this can be achieved, ranging from mechanical devices to electro, hydraulic and camless system. Increasingly, strict emission regulation are causing many automotive manufacturers to use VVT system. സോ VVT സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസമായിട്ടാണ് പുതിയ തരം വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇതുവഴി നമുക്ക് പെർഫോമൻസും ഫ്യൂൽ എക്കണോമിയും എമിഷനും എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും. സോ ഇത് ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായി തന്നെ പഠിക്കാനും അത് മനസ്സിലാക്കാനും അതിൻ്റെ പോയിൻറ്റ്സുകളിലൂടെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്, അതിൻ്റെ ഡ്രോയിങ് എങ്ങനെയാണ്, അതൊരുപാട് തവണ വരച്ച് മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസങ്ങളിലായി തന്നെ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ ശ്രമിക്കുക. നല്ലൊരു പഠനം നിലവിൽ കാഴ്ചവെക്കുക. കൃത്യമായ പഠനത്തിലൂടെ നല്ല മാർക്ക് നേടി നിങ്ങൾക്ക് നന്നായി പാസ്സാകാൻ സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ സ്പെഷ്യൽ ക്ലാസ് മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടക്കൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥികൾ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്ന പേപ്പറുമായി ബന്ധപ്പെട്ട് എഴുതാൻ പോകുന്ന എക്സാമിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.